പ്രിയപ്പെട്ടവരെ, ഞാനിന്നിവിടെ ഇപ്പോൾ ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളത്തിലെ നടുക്കിയ ഒരു സംഭവമാണ് ഇന്ന് നടന്നിട്ടുള്ളത്. അതായത് സ്കൂളിലേക്ക് പോയ കുട്ടി ഷോക്കടിച്ച് മരിക്കുക. നമ്മളിത് എങ്ങനെ സഹിക്കും? ഒരു പേരൻ്റ് എന്ന നിലയിൽ എനിക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല. കുട്ടികൾക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടിരിക്കുവാൻ കഴിയുവാനുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നതാണ് വിദ്യാലയം. വിദ്യാഭ്യാസം അവൻ്റെ അവകാശമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ കുട്ടിക്ക് അവരുടെ ജീവന് സുരക്ഷിതത്വം ഏർപ്പെടുത്തണം. അതാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. ഇപ്പം ഞാനിപ്പോൾ ഗവൺമെൻറ്റിനെ അല്ല ഞാൻ കുറ്റം പറയുന്നത്, ഗവൺമെൻറ്റിൻ്റെയോ പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റിയോ ഒന്നുമല്ല. അപ്പം സ്കൂളിൽ ഓരോ വർഷവും സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ സ്കൂളിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അതായത് വിദ്യാഭ്യാസ വകുപ്പിന് നമ്മൾ സ്കൂളുകാർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് പഞ്ചായത്താണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അതെല്ലാം വന്ന് കണ്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് വേണ്ട ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കും. സ്കൂൾ ഫിറ്റാണോ, കുട്ടിക്ക് അടുത്ത കൊല്ലം സ്കൂളിൽ ഇരിക്കുവാനുള്ള ഈ സ്കൂൾ ബിൽഡിംഗ് ഒക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയിട്ടാണ് എഞ്ചിനീയർ സാക്ഷ്യപ്പെടുത്തി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അത് അവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മുടെ സ്കൂളിൽ വരുന്ന ഓരോ കുട്ടിക്കും അവരുടെ ജീവന് വിലപ്പെട്ട ജീവനാണ് ഈ സ്കൂളിൽ വരുന്നത്. കാരണം ഈ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ജീവിക്കുവാനുള്ള അവൻ്റെ അവകാശം നിഷേധിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ആരെങ്കിലും പ്രതീക്ഷിച്ച ഒരു കാര്യമാണോ? രാവിലെ കുഞ്ഞിനെ സ്കൂളിലേക്ക് അയച്ചു. ചിലപ്പോൾ അവരുടെ പേരൻസ് അമ്മ സ്ഥലത്തില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അച്ഛനും മുത്തശ്ശിയുടെയൊക്കെ കൂടെയാണ് കുഞ്ഞ് വളരുന്നത്. അവർ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോയതാകാം. എന്തായാലും സ്കൂളിനടുത്തുള്ള കുട്ടികളാകുമ്പോൾ പലപ്പോഴും സ്കൂളിൽ നേരത്തെ വരാറുണ്ട്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് വരും. ഒരു 9:30 ആകുമ്പോഴാണ് സാധാരണയായിട്ട് അധ്യാപകരൊക്കെ സ്കൂളിൽ വരുന്നത്. അപ്പോൾ ഒരു എച്ച്.എമ്മിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എച്ച്.എം ഒരു 9 മണിയാകുമ്പോൾ സ്കൂളിൽ വരണം. 9 മണി തൊട്ട് വന്ന് ഒരു 5 മണി വരെയൊക്കെ സ്കൂളിൽ നിൽക്കണം. കാരണം എന്ന് പറയുന്നത് ഈ പല കുട്ടികളും രാവിലെ ഒരു 8 മണിയാകുമ്പോൾ തന്നെ സ്കൂളിൽ വരുന്ന പല കുട്ടികളുമുണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ അവരുടെ വീട്ടിലെ ജീവിത സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം അവർ നേരത്തെ വരുന്നത്. ഈ കുട്ടികൾ വരുന്നതെന്ന് വെച്ചാൽ അവർക്ക് കളിക്കാനാണ് അവർ വരുന്നത്. ഇപ്പോൾ ഇവിടെ നടന്ന സംഭവം എന്ന് പറയുന്നത് കുട്ടി ചെരുപ്പ് തട്ടി ഇങ്ങനെ കളിച്ചപ്പോഴാണ് അത് മുകളിലേക്ക് വീണ് അപകടമുണ്ടായത്. അപ്പോൾ അടുത്ത വീട്ടിലേക്ക് പോയ വയറാണ് അത്. അവിടെ തട്ടിയാണ് ആ കുട്ടി കൂടുതൽ വോൾട്ടേജുള്ള ആ പൈപ്പിൽ തട്ടിയാണ് കുഞ്ഞ് വീഴാൻ തുടങ്ങിയപ്പോൾ ആ കുട്ടി അതിൽ കയറി പിടിച്ചു. സ്വാഭാവികമായിട്ട് പിടിച്ചു. അങ്ങനെയാണ് അപകടം ഉണ്ടായത്. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ ഓരോ ജീവനും ആ സ്കൂളിലെ അധ്യാപകർക്ക്, എച്ച്.എം ഉൾപ്പെടെയുള്ള മറ്റ് എച്ച്.എമ്മിനും അധ്യാപകർക്കുമാണ് അതിൻ്റെ കൂടുതൽ ബാധ്യതയുള്ളത്. അവരെന്ത് വേണം? ഇപ്പം ഒരു കുട്ടി ഇപ്പം ഒരു ഇൻ്റർവ്യൂവിൽ ഇതിൽ പറയുന്നത് കേട്ട് ഞാനും ടീച്ചറും കൂടെ വരുമ്പോഴാണ് ഈ കുഞ്ഞ് അവിടെ വീണ് കിടക്കുന്നത് കണ്ടത് എന്നാണ് പറയുന്നത്. ഷോക്കടിച്ച് കിടക്കുന്നത് കണ്ടു എന്ന് പറയുന്നു. അപ്പം ടീച്ചറും മറ്റു കുട്ടികളൊക്കെ വരുന്നതേ ഉള്ളൂ. കുറച്ച് കുട്ടികൾ നേരത്തെ സ്കൂളിൽ വന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഈ കുട്ടി നേരത്തെ സ്കൂളിൽ വന്നത്? അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒഴിവാക്കാമായിരുന്നല്ലോ. അപ്പോൾ അധ്യാപകർ വിചാരിക്കണം, നമ്മളിപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങളിരിക്കുമ്പോൾ അച്ഛനും അമ്മയും ദൂരെ പോവുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെ മറ്റാരെങ്കിലും ഏൽപ്പിക്കും. കാരണം കുട്ടികളാണ്, അവരെപ്പോഴും കുസൃതി നിറഞ്ഞ കുട്ടികളാണ്. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കും. നമ്മളായാലും നമ്മൾ വീട്ടിലിരിക്കുമ്പോഴായാലും കുഞ്ഞപ്പുറത്തിരിക്കുമ്പോൾ നമ്മൾ കൂടെ അവരെ ശ്രദ്ധിക്കും. അവരെന്ത് ചെയ്യുന്നു, കുഞ്ഞ് അപകടത്തിലേക്ക് വല്ലതും പോകുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കും. പലപ്പോഴും നമ്മുടെ ഒരു നോട്ടപ്പിശക് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അപകടം സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഇവിടെ ഇപ്പോൾ സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അധ്യാപകരുടെ ഒരു നോട്ടക്കുറവാണെന്നാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം ഞാനവരെ കുറ്റപ്പെടുത്തുകയല്ല. അപ്പോൾ അധ്യാപകർ ചെയ്യേണ്ടത് എന്താണ്? ഇപ്പം എച്ച്.എമ്മും അധ്യാപകരും കൂട്ടായിട്ട് സ്റ്റാഫ് മീറ്റിംഗ് കൂടുകയും അവർ നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ ഇതിങ്ങനെ സംഭവിക്കില്ലായിരുന്നു. കാരണം നേരത്തെ നമ്മളുടെ അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെടണം എത്ര കുട്ടികൾ രാവിലെ വരുന്നുണ്ട്. എന്തായാലും ഈ കുട്ടികളൊക്കെ സ്ഥിരമായിട്ട് രാവിലെ വരുന്നവരായിരിക്കും. അപ്പോൾ അവർ രാവിലെ വരുന്നവരുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുടെയൊക്കെ അവരെ കണ്ടെത്തുകയും അവരുടെ ലിസ്റ്റ് എടുക്കുകയും ഒക്കെ ചെയ്ത് അവരെ വീട്ടിലറിയിക്കണം. അഥവാ അവർ എന്തെങ്കിലും അങ്ങനെ വീട്ടിലറിയിച്ച് അതിനുള്ള വേണ്ട ക്രമീകരണങ്ങൾ എടുക്കണം. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ കുട്ടി ഒരിക്കലും ഇത്രയും നേരത്തെ വരികയും സ്കൂളിൽ കിടന്ന് കളിക്കുകയൊന്നും ചെയ്യത്തില്ലായിരുന്നു. അപ്പോൾ അതൊരു ഒരു വീഴ്ചയാണത്. ഈ കുട്ടികൾ ആവശ്യമില്ലാതെ നേരത്തെ സ്കൂളിൽ വരാൻ അനുവദിക്കരുത്. ഒരുപക്ഷെ പേരൻസ് ജോലിക്ക് പോയതാണോ എന്തോന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഈ കുട്ടി സ്കൂളിലേക്ക് വരുന്നത്. അപ്പോൾ അവരിവിടെ വന്ന് കളിക്കുകയും അവൻ്റെ ചെരുപ്പ് മുകളിലേക്ക് വീഴുകയും ഒക്കെ ചെയ്തു. അത് എടുക്കുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യം മാത്രമാണത്.
അതുപോലെ തന്നെ നമ്മൾ ഈ കുട്ടികൾക്കുണ്ടാകുന്ന മറ്റൊരു അപകടം എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ സാധാരണ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലൊക്കെയാണത് സംഭവിക്കുന്നത്. അപ്പോൾ കുട്ടികൾ ഈ ഉച്ചഭക്ഷണം ഒക്കെ കഴിക്കാൻ കുട്ടികൾ പോകുമ്പോൾ അധ്യാപകർ കൂടെ പോകണം. അതുപോലെ ക്ലാസ്സിലിരുന്ന് കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ക്ലാസ് ടീച്ചർ ക്ലാസ്സിൽ അവരോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കണം. അല്ലാതെ ക്ലാസ് ടീച്ചർ സ്റ്റാഫ് റൂമിൽ പോയിരുന്ന് കഴിക്കുകയാണെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യും? ചോറ് ഉണ്ണുമ്പോൾ തന്നെ പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അവർ വഴക്കുണ്ടാക്കുകയും പ്രശ്നങ്ങളുണ്ടാക്കുകയും പിടിച്ച് തള്ളുകയും, അതായത് ഇരുനില സ്കൂളുകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? അവിടെ നിന്നൊക്കെ വീഴാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസ വകുപ്പ് അതൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വളരെ ഇതാണ്. എന്തായാലും ഇപ്പോൾ ഇത്രയും അപകടമേ പറ്റിയുള്ളൂ. അപകടം പറ്റിയിട്ടല്ല നമ്മളിതെല്ലാം ശ്രദ്ധിക്കേണ്ടത്. ഗവൺമെൻറ് തലത്തിൽ നിന്നും വേണ്ടത്ര നിർദ്ദേശങ്ങൾ അധ്യാപകർക്ക് കൊടുക്കണം. അധ്യാപകർ എപ്പോഴും കുട്ടികളോടൊപ്പം ഉണ്ടാകണം. എന്നാൽ അധ്യാപകർ ചോദിക്കും, ഞങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിക്കും. പറ്റണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുട്ടികളുടെ ജീവന് വളരെ സുരക്ഷിതം ആയിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്.